തങ്ങളെ അവിടുന്ന് ജീവിക്കുമ്പോ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്നു. സ്വഹാബികൾ ഇങ്ങനെ ചുറ്റുഭാഗത്തുമുണ്ട്. ആ സമയത്താണ് അവരിങ്ങനെ സഞ്ചരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തോ മറ്റു ഹദീസിൽ കാണാം, ആ ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോ മഹാന്മാരായ സ്വഹാബാക്കള് ആ മനുഷ്യനെ പറ്റി ഒരുപാട് നന്മ പറഞ്ഞു. ആ മനുഷ്യൻ നാട്ടിൽ ജീവിക്കുമ്പോ പരിപാടികൾക്ക് പങ്കെടുക്കുന്നതിനെ പോലെ മജ്‌ലിസ് നടക്കുമ്പോൾ സഹായിക്കുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഞാനും നിങ്ങളും പറയുന്നത് പോലെ സ്വഹാബികളാകുന്ന എല്ലാവരും പറയുകയാണ്, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ ഹബീബായ ലോകത്തിന്റെ നേതാവ് വിടുന്നു പറഞ്ഞു, വജബത് അലൈഹി, ആ മനുഷ്യന് നിർബന്ധമായി, ആ മയ്യിത്തിന് നിർബന്ധമായി. ഉടനെ ഉമർ തങ്ങൾ ചോദിച്ചു എന്നൊരു ഹദീസിൽ കാണാം. അതല്ലെങ്കിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ മറ്റു സഹാബികൾ ചോദിച്ചു, മാ വജബത് യാ റസൂലല്ലാഹ്, അല്ലയോ തങ്ങളെ, അവിടുന്ന് നിർബന്ധമായെന്ന് പറഞ്ഞല്ലോ, എന്താണ് നിർബന്ധമായത്? ഉടനെ ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, സ്വർഗം നിർബന്ധമായി. ഞാനും നിങ്ങളും കൊതിക്കുന്ന സ്വർഗമില്ലേ? അവസാനം മരിച്ച് ഖബറിൽ ചെന്ന് വിചാരണ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം പോകുന്നു. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ്സഈർ. അവിടെ അതാ ലംഘുന്ന നരകവുമുണ്ട്, ആസ്വദിക്കുന്ന സ്വർഗവുമുണ്ട്. മഹാന്മാര് പറഞ്ഞു, നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ അവൻ നരകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ നരകത്തിന്റെ ആളലുകളും അതിന്റെ അവസ്ഥകളും അവന് കാണിച്ചു കൊടുക്കുന്നു. അത് കാണുമ്പോൾ ഭയപ്പെടുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് കടക്കുന്നവൻ സന്തോഷിക്കുന്നു.